വൃശ്ചിക പുലരിയിലെ സന്നിധാനത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരീശ ദർശനത്തിന് സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ്. പുലർച്ചെ 3 മണിക്ക് പുതിയ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി ശബരിമല നട തുറന്നു. ഇന്നലെ രാത്രി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരുടെ വൻഒഴുക്കാണ്. സന്നിധാനത്ത് നിന്നും കണ്ണൻ നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. സന്നിധാനം വൃശ്ചിക പുലരിയിലെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇപ്പോൾ സ്ഥിതി? വലിയ ഭക്തജന തിരക്കുണ്ട്. ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൻ്റെതായുള്ള ഒരു കാലാവസ്ഥ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സന്നിധാനത്ത് നിൽക്കുമ്പോഴും അനുഭവപ്പെടുന്നത്. പൂജ, സ്വാമി ശരണം. സന്നിധാനത്ത് കാലാവസ്ഥ ചെറിയ തണുപ്പുണ്ട്. പക്ഷേ സൂര്യൻ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് ഉദിച്ച് ഉയരുന്നുണ്ട്. പക്ഷേ 3 മണി മുതൽ തന്നെ നട തുറന്ന സമയത്ത് തന്നെ ഉള്ള ഭക്തരുടെ തിരക്ക് ഇപ്പോഴും അണമുറിയാതെ മുന്നോട്ട് പോവുകയാണ്. വലിയ ഭക്തജന തിരക്കാണ്. വൃശ്ചികം 1-ാം തീയതി ഏത് തരത്തിലുള്ള തിരക്കാണ് ഉണ്ടാവുക, അതിനേക്കാൾ കൂടുതൽ തിരക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. 70,000-ഓളം പേർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശന സമയം ക്രമീകരിച്ചിരുന്നു. 20,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. പക്ഷേ 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞും കൂടുതൽ ആൾക്കാർ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് കുടിമരച്ചൂട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുടിമരച്ചൂട്ടിൽ എത്തുന്ന അയ്യപ്പന്മാരെ, 18-ാം പടി കയറി വരുന്ന അയ്യപ്പന്മാരെ എത്രയും വേഗം സോപാനത്തേക്ക് കയറ്റിവിടാൻ വേണ്ടി ശ്രമിക്കുന്ന പോലീസ് അയ്യപ്പന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പുലർച്ചെ 3 മണിക്കാണ് ശ്രീകോവിൽ നട തുറന്നത്. പുതിയ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയാണ് ശ്രീകോവിൽ നട തുറന്നത്. ആ സമയത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങളാൽ മുഖരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഈ 18 മലകൾക്കും മുകളിലേക്ക് ഈ ഒരു നിര നീണ്ടു നിൽക്കുന്ന ഒരു ശരണം വിളി ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലൈ ഓവറിലായാലും അതുപോലെ തന്നെ മേലെ തിരുമുറ്റത്തായാലും താഴെ തിരുമുറ്റത്തായാലും ഒക്കെ തന്നെ വലിയ ഭക്തരുടെ തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഇനി ഏതാണ്ട് 65 ദിവസത്തോളം നീണ്ടു നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. താഴെ തിരുമുറ്റത്ത് ആ ആഴിയോട് ചേർന്നുള്ള ആ ക്യൂവിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോഴും ഭക്തന്മാർ കാത്തിരിക്കുകയാണ്. മണിക്കൂറുകളോളം കാത്തുനിന്ന് സന്നിധാനത്തേക്ക് കയറിയതാണ്. ചിലപ്പോൾ ഇന്നലെ രാത്രി 10 മണിക്കോ 11 മണിക്കോ ഒക്കെ ക്യൂ നിന്ന് സന്നിധാനത്തേക്ക് ദർശനത്തിനായി വന്ന ഭക്തന്മാരായിരിക്കാം കൂടുതലും ഇപ്പോൾ എത്തുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണ് കൂടുതലെങ്കിൽ പോലും വൃശ്ചികം 1-ാം തീയതി സന്നിധാനത്തേക്ക് കൂടുതൽ മലയാളി ഭക്തന്മാരും എത്തുന്നുണ്ട്. കാര്യം വൃശ്ചികം 1-ാം തീയതി എത്തി അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയാൽ അവർക്ക് അവരുടെ ഒരു വർഷത്തെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ജീവിതം സന്തോഷപൂർണ്ണവും സമാധാനപൂർണ്ണമാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തുന്നത്. ഇന്ന് 7 മണി മുതൽ പുല്ലുമേട് സത്രം വഴിയുള്ള പാത വഴിയുള്ള ഒരു യാത്രയും ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ ഇടുക്കി കളക്ടർ ആ വഴി യാത്ര ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് വന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം അതിനുശേഷം തിരിച്ചു പോവുകയും ചെയ്തു. ഇന്ന് സത്രം വഴിയുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ എരുമേലി വഴിയുള്ള കാനനപാത ഒരു 1-2 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. അവിടുത്തെ കാനനപാത ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനാലും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. ശരണം വിളികൾ മാത്രമാണ് ഇവിടെ. പുറത്തുണ്ടായിരിക്കുന്ന വിവാദങ്ങളൊന്നും തന്നെ ഇവിടെ പ്രതിഫലിക്കുന്നില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രങ്ങൾ മാത്രമാണ്. ഈ അയ്യപ്പനോടുള്ള ഭക്തിക്ക് തുല്യമായി ആ ആഴി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. അയ്യപ്പന്മാർ ഇന്നലെ വൈകിട്ട് ഇവിടുത്തെ കഴിഞ്ഞ തവണത്തെ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരി കൊളുത്തിയ ആഴിയിലേക്ക് ഓരോ ഭക്തന്മാരും അവരുടെ ഇരുമുടിക്കെട്ടിലുണ്ടായിരുന്ന നെയ്ത്തേങ്ങ, അതായത് നെയ്ത്തേങ്ങയുടെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ അഹന്ത അടക്കമുള്ള കാര്യങ്ങളെ അഗ്നിയിൽ ലയിപ്പിച്ചില്ലാതാക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ആ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആഴിയിലേക്ക് നെയ്യുമായി നിറച്ച അയ്യപ്പൻ അഭിഷേകത്തിനെ കൊണ്ടുവന്ന നെയ്യ് നിറച്ച മുദ്ര നിറച്ച ആ നെയ്ത്തേങ്ങയുടെ ബാക്കി ഭാഗങ്ങൾ ആഴിയിലേക്ക് എറിയുകയാണ്. ഇങ്ങനെ ഓരോ ഭക്തന്മാരും ഇങ്ങനെ
ആഴിയിലേക്ക് എറിഞ്ഞ് ആ ആഴി ഇങ്ങനെ കെടാതെ നിൽക്കും. മകരവിളക്ക് കഴിയുന്നത് വരെ ആഴി ഇങ്ങനെ കെടാതെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ ഇവിടെ ശ്രീകോവിലിൽ ഉഷപൂജ നടക്കും. ഉഷപൂജയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള കെ രാജു, അതുപോലെ തന്നെ പി ഡി സന്തോഷ് കുമാർ അടക്കമുള്ള ആൾക്കാർ എല്ലാവരും തന്നെയുണ്ട്. മന്ത്രി അടക്കമുള്ള ആൾക്കാർ സാധാരണ വരുന്നതാണ്. പക്ഷേ ഇന്ന് മന്ത്രി അടക്കമുള്ള ആൾക്കാർ എത്തിയിട്ടില്ലെങ്കിൽ പോലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസുകാരുടെ കാര്യം പറയുമ്പോൾ പോലീസ് ADGP ശബരിമലയുടെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള ADGP എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം തന്നെ സന്നിധാനത്തുണ്ട്. പത്തനംതിട്ട SP ആനന്ദ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും സുഖകരമായിട്ടുള്ള ഒരു ദർശനം പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.